മത്സ്യത്തൊഴിലാളികളെയും നാടിനെയും ബാധിക്കുന്ന ഖനന പ്രക്രിയയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടാണ് ഹർത്താൽ. പ്രമുഖ തൊഴിലാളി സംഘടനകളെല്ലാം ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. CITU, CPI, കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളും ഹർത്താൽ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ ബ്ലൂ ഇക്കോണമി സാമ്പത്തിക നയത്തിനും കടൽ ഖനനത്തിന് അനുമതി നൽകാനുള്ള തീരുമാനത്തിനുമെതിരെയാണ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഹർത്താൽ. പ്രധാന ഹാർബറുകളെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. ഹർത്താലിന് UDFും LDFും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സ്യബന്ധന തുറമുഖങ്ങളും മത്സ്യചന്തകളുമടക്കം സ്തംഭിപ്പിച്ചാണ് പ്രതിഷേധം. പരിസ്ഥിതി പ്രത്യാഘാത പഠനമോ പബ്ലിക് ഹിയറിംഗോ നടത്താതെ കേരള കടൽ തീരത്ത് മണൽ ഖനനം നടത്താനുള്ള കേന്ദ്ര നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് തീരദേശ ഹർത്താൽ നടത്തുന്നത്. ഹർത്താലിൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളും വിതരണക്കാരും ഹാർബറും മാർക്കറ്റുകളുമെല്ലാം ഭാഗമായിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെയും സാമുദായിക സംഘടനകളുടെയും NGOകളുടെയും പങ്കാളിത്തമുണ്ട്. മണ്ണെടുക്കുന്നതിന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ആയം കടലിന്റെ ആവാസ വ്യവസ്ഥയെയും മത്സ്യസമ്പത്തിനെയും ബാധിക്കുമെന്നാണ് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നത്. കടലിലെ മണ്ണും ധാതുക്കളും കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കുന്ന കേന്ദ്ര നീക്കത്തെ നേരിടുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നത്. മീൻ വിൽപ്പനയടക്കം ഹർത്താൽ ബാധിച്ചിട്ടുണ്ട്. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. മാർച്ച് 12-ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.